ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങാതെ പോയ മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂജാപത്രം. മേഘം എന്ന സിനിമയിലെ സ്വാതി, ചന്ദ്രലേഖ എന്ന സിനിമയിലെ ലേഖ, മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ നായികയായി മിന്നിത്തിളങ്ങിയ ബോളിവുഡ് സുന്ദരി. 1997 പ്രിയദർശന്റെ സംവിധാനത്തിൽ ചന്ദ്രലേഖ എന്ന ചിത്രം മലയാളികൾക്ക് മുമ്പിലെത്തുന്നത്. ഈ ചന്ദ്രലേഖയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച മോഹൻലാലിനോടൊപ്പം തന്നെ എത്തുന്ന മറ്റൊരു മുഖമുണ്ട്, ലേഖ എന്ന കഥാപാത്രത്തിൻ്റെത്. കുസൃതിയും തൻ്റെടവും ഒത്തുചേർന്ന യുവത്വത്തിളപ്പുള്ള ഒരു കഥാപാത്രമായിരുന്നു ലേഖയുടേത്. ഹിന്ദി, തമിഴ്, തെലുങ്ക് തുടങ്ങി 5ഓളം അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷമാണ് പൂജ ബത്ര മലയാളത്തിൽ ചന്ദ്രലേഖയിൽ അഭിനയിച്ചത്. 100 ദിവസം തിയേറ്ററുകളിലോടിയ ഈ ചിത്രത്തിലെ അപ്പുകുട്ട തൊപ്പിക്കാര എപ്പു കല്യാണം എന്ന ഹിറ്റ് ഗാനത്തിലുടനീളം മോഹൻലാലിനൊപ്പം ചാടിത്തുള്ളി ആടിപ്പാടി നടന്ന ഈ പെൺകുട്ടിയുടെ മുഖം മലയാളികൾ അന്ന് തന്നെ മനസ്സിൽ പതിച്ചതാണ്. തൊട്ടടുത്ത വർഷം പ്രിയദർശന്റെ മമ്മൂട്ടി ചിത്രമായ മേഘം പൂജയ്ക്ക് മമ്മൂട്ടിയുടെ ഭാര്യയായി നായികാ പ്രാധാന്യമുള്ള ഒരു റോൾ ലഭിക്കുകയുണ്ടായി. രവിവർമ്മ തമ്പുരാൻ എന്ന മമ്മൂട്ടി കഥാപാത്രത്തിന്റെ ആദ്യ ഭാര്യ സ്വാതിയായി എത്തുന്നത് പൂജയായിരുന്നു. 1999 മറ്റൊരു മലയാള ചിത്രം പൂജയെ തേടിയെത്തി. വിനയൻ സംവിധാനം ചെയ്ത് ജയറാം നായകനായ ദൈവത്തിന്റെ മകൻ എന്ന ചിത്രമായിരുന്നു അത്. സോണിയ എന്ന കഥാപാത്രത്തെയാണ് ആ സിനിമയിൽ പൂജ ബത്ര അവതരിപ്പിച്ചത്. UP-യിൽ ഫൈസാബാദ് എന്ന സ്ഥലത്തായിരുന്നു പൂജയുടെ ജനനം. അവിടെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന രവി ബത്രയുടെയും മോഡലും മിസ്സിൻ്റെയുമായിരുന്ന നീലം ബത്രയുടെയും മകളായിട്ടാണ് പൂജ ജനിച്ചത്. മോഡലിംഗ് കരിയറിൻ്റെ ആദ്യകാലത്ത് പൂജ അഭിനയിച്ച ലിറിൽ സോപ്പിൻ്റെ പരസ്യചിത്രത്തിലൂടെയാണ് അവർ ശ്രദ്ധേയാവുന്നത്. 1993 അനിൽ കപൂറും തബുവും ചേർന്ന് അഭിനയിച്ച വിരാസത്ത് എന്ന ബോളിവുഡ് ചിത്രത്തിൽ അഭിനയമാണ് പൂജ ബത്രയുടെ അഭിനയ ജീവിതത്തിന് വഴിത്തിരിവായത്. ദൈവത്തിന്റെ മകന് ശേഷം മമ്മൂട്ടിക്കൊപ്പം ഓഗസ്റ്റ് 15 മോഹൻലാലിനൊപ്പം കർമ്മയോഗിയിലുമാണ് മലയാളത്തിലേതായി പൂജ അഭിനയിച്ച ചിത്രങ്ങൾ. പിന്നീടെന്തോ പൂജയെ തേടി മറ്റൊരു നല്ല മലയാള ചിത്രം എത്തിയില്ലെന്ന് തന്നെ പറയാം. എന്നിരുന്നാലും മലയാളി ഇപ്പോഴും മറക്കാത്ത ചിത്രങ്ങൾ തന്നെയാണ്